നോമ്പ് കാലഘട്ടം നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തേണ്ടുന്ന കാലഘട്ടം. നോമ്പ് കാലഘട്ടം നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തേണ്ടുന്ന കാലഘട്ടം. ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞൊരു ഉപമയുണ്ട്. തൻ്റെ അരികിലേക്ക് കടന്നു വന്ന് കർത്താവേ കർത്താവേ എന്ന് നിലവിളിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം. കർത്താവ് അവരെ നോക്കി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, അടുത്തറിയാം. പക്ഷെ കർത്താവിന് അവരെ അറിയില്ല. ചിലരെങ്കിലും പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങളെ അങ്ങേക്ക് അറിയില്ലേ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ വചനം പ്രസംഗിച്ചവരാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയവരാണ്, നിന്നോടൊപ്പം വരുന്ന ഭക്ഷിച്ചവരാണ്. നിനക്ക് ഞങ്ങളെ അറിയില്ലേ? കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരല്ല നിങ്ങൾ, എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരല്ല നിങ്ങൾ. പ്രിയ ദൈവജനമേ, ഈ നോമ്പിന്റെ നാളുകൾ നമ്മുടെ പ്രവൃത്തികളെ പുനർചിന്തനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? എൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ വിലയിടപ്പെടുന്നതാണോ? എവിടെയെങ്കിലും സ്വാർത്ഥമായ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? ദൈവനാമത്തിൽ എന്ന പേരിൽ ഞാൻ ചെയ്യുന്നതൊക്കെ യഥാർത്ഥത്തിൽ ദൈവഹിതത്തിന് അനുസരിച്ചാണോ? നമ്മെ അറിയുന്നവനാണ് കർത്താവ്. എഫെസോസിലെ സഭയ്ക്ക് വെളിപാട് പുസ്തകത്തിൽ കത്ത് നൽകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തിയെ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ അറിയുന്നവനാണ് കർത്താവ്. അത് പുറമേ നാം ചെയ്യുന്നത് മാത്രമല്ല, പുറമേ നാം ചെയ്യുമ്പോൾ അകമേയുള്ള നമ്മുടെ ജീവിതത്തിന്റെ നിരൂപണങ്ങളെയും തിരിച്ചറിയുന്നവനാണ് കർത്താവ്. ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം നമ്മുടെ പ്രവർത്തന മേഖലകളെ പുനർക്രമീകരിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ നാളുകളിൽ കർത്താവിനോട് ചേർന്ന് ആയിരിക്കാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.